Welcome to Orange Apple. Action creators and action makers. നമ്മുടെ ഫിലിമിലൊക്കെ ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു നമ്മൾ മൂവിനെ പറ്റി. അതിനകത്ത് സ്റ്റണ്ട് ഒരു ആക്ഷനാണ്. ഈ ആക്ഷന് ഡയറക്ടറും ക്രിയേറ്ററും അതിൻ്റെ ഡിസൈനറും ഒക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലൈഫിൻ്റെ ഓരോ ഏരിയയിലും ഓരോരോ ആക്ഷനും അതിന് ന്യൂട്ടൻ്റെ തിയറി പറഞ്ഞ പ്രകാരം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്നതാണ് ഓരോ ആക്ഷനും. അപ്പോൾ എല്ലാ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളത് വേറെ വിഷയം. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ആക്ഷൻ ക്രിയേറ്റർ ആവുക, ആക്ഷൻ മേക്കർ ആവുക. ഇപ്പൊ സംസാരിക്കാത്ത ഒരു കുട്ടിയുള്ള ഒരു അച്ഛനും അമ്മയും ആ കുട്ടിയെ സംസാരിപ്പിക്കുക എന്നുള്ളൊരു ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കൂടെ കൂട്ടി സംസാരിപ്പിച്ച് അവനോട് സംസാരിച്ച് ക്രിയേറ്റ് ചെയ്തത് ഒരു ആക്ഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. ക്രിയേറ്റേഴ്സ് ആവുന്നതാണ് അവർ. മെനി ആർ എന്തെങ്കിലും അവർ എഴുതാനും അറിയാത്ത കുട്ടീനെ എഴുത്ത് പഠിപ്പിക്കുന്നത്, കൈ പിടിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലേ, കോച്ചിങ് ചെയ്യുന്നതാണല്ലേ. ആക്ഷൻ എനേബിളിങ്, ആക്ഷന് വേണ്ടിയിട്ട് എനേബിൾ ചെയ്യാണ് കോച്ചിങ് ചെയ്യുന്നത്, മെൻറ്റർ ചെയ്യുന്നത്, അതേപോലെ ട്രെയിൻ ചെയ്യുന്നതൊക്കെ ഈ തരത്തിലുള്ള ആക്ഷൻ എനേബിളിങ് പ്രോസസ്സുകൾ. നമുക്ക് ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മളൊരു ആക്ഷൻ എനേബിളർ കോച്ച്, ട്രെയിനർ, മെൻറ്ററൊക്കെ നമുക്ക് ഉണ്ടാവണോ വേണ്ടേ എന്നുള്ളത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കും. വെറുതെ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളിങ്ങനെ എങ്ങനെയൊക്കെയോ കയറി ഇവിടെ എത്തി, പ്രായത്തിലെത്തിയെന്നല്ലാതെ നമ്മളെ ഓരോ പെർഫോമൻസിന് വേണ്ടിയിട്ട് എനേബിൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടർ, ഒരു ക്രിയേറ്റർ, ഒരു മേക്കർ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പലപ്പോഴും ഉണ്ടായില്ല. നമ്മളുടെ എഫേർട്ടിൽ നമുക്ക് തോന്നിയത്, നമ്മൾ കണ്ടത്, നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് മെല്ലെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചേർക്കുക ചെയ്യുക പണ്ടത്തെ കാലത്ത്. അല്ലെങ്കിൽ കുട്ടികളുണ്ടെന്ന് തോന്നുന്ന വീടുകളിലൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിലെ അധികൃതർ വന്നിട്ട് കുട്ടീനെ അവിടെ നിന്ന് ചേർത്തി കൊണ്ടുപോയി. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ബാക്കപ്പ് കൊടുക്കാൻ, ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു എനേബിളർ, ഒരു ആ രൂപത്തിലുള്ള ഒരാള് ഇല്ല പൊതുവെ. പക്ഷെ അത് ഉള്ള ആളുകൾ മോശം തന്നെ ആയിരിക്കും. ഇപ്പൊ എൻ്റെ ലൈഫിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനേബിൾ ചെയ്യൽ വളരെ കുറവന്നെ. അവ മേക്ക് ചെയ്തത്, ക്രിയേറ്റ് ചെയ്തതൊക്കെ, പക്ഷെ ഒരുപാട് വേർഡ് സപ്പോർട്ടുകളൊക്കെ ചെറുതായിട്ടൊക്കെ എങ്കിലും കുറച്ച് അടുത്ത കാലത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ടു ഗോഡ്, താങ്ക്സ് ടു പാരൻസ്, താങ്ക്സ് ടു മെന്റേഴ്സ്, കോച്ചസ് ആൻഡ് ആസ് വെൽ ആസ് മൈ ട്രെയിനേഴ്സ്. ആൻഡ് താങ്ക് ടു മൈ ഓഡിയൻസ് ഈവൻ ഇവിടെ, ആൻഡ് എസ്പെഷ്യലി ടു മൈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സപ്പോർട്ട്സ് എവ്രി വൺ. ഇത് നമുക്ക് ആക്ഷനെ എനേബിൾ ചെയ്യിക്കാൻ നമ്മളുടെ വെൽവിഷറായ ആളുകൾ പറയുന്നത് കേൾക്കാൻ സാധിക്കണം, ഒന്ന്. രണ്ട്, നമ്മൾ എന്തിനാണ് നമ്മളെ എനേബിൾ ചെയ്യിക്കാൻ ആൾ ആവശ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ലിസ്റ്റ് ഉണ്ടാക്കാനും അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും പറഞ്ഞത്. എവിടെയൊക്കെയാണ് നമുക്ക് ആൾ ആവശ്യം. ഇപ്പം മാത്തമാറ്റിക്സിൽ കുട്ടി ആക്റ്റീവ് അല്ല, കുട്ടി വീക്കാണ്, വളരെ പാസീവാണ്, വളരെ പുറകിലാണെങ്കിൽ അതിനെ ആക്റ്റീവ് ആക്കാൻ നമ്മളൊരു കോച്ചിങ്, ഒരു ട്യൂഷൻ സെന്റർ, ഒരു ഇൻഡിവിജ്വൽ കോച്ചിങ്. ഞങ്ങളുടെ നാട്ടിലൊരു ചെല്ലപ്പൻ മാഷുണ്ടായിരുന്നു. മാഷയുടെ അടുത്തേക്കൊക്കെ രാവിലെ പുലർച്ചെ 5 മണിക്കോ 5:30 മണിക്കൊക്കെ പിള്ളേർ സൈക്കിൾ ചവിട്ടി വരുന്നതൊക്കെ 25-30 വർഷം മുമ്പ് ഞാൻ ആയിട്ട് റിമെമ്പർ. അപ്പോൾ അത് മാത്തമാറ്റിക്സ് മാത്രം. അപ്പോൾ ഇങ്ങനെ അത് എല്ലാ പ്രായത്തിലുള്ള, ഏത് പ്രായത്തിലും ഇൻട്രസ്റ്റിനെ ട്രൈ ചെയ്യുന്ന, അന്ന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള പിള്ളേർ ഉൾപ്പെടെയുള്ള വലിയ പിള്ളേരും ചെറിയ പിള്ളേരൊക്കെ വരും. അപ്പോൾ അവിടെ ബാക്ക്വേർഡായി നിൽക്കുന്ന, അതിനെ ഇത് ആക്ട് ചെയ്യാൻ പറ്റാത്ത, ഫുട്ബോൾ പഠിക്കണം എന്ന് താല്പര്യമുണ്ട്, അതിനെ കോച്ച് ചെയ്യിപ്പിക്കാൻ ട്രെയിനിങ്ങോ ക്യാമ്പിലേക്കോ കഴിവുണ്ടെങ്കിൽ ആ കഴിവിലേക്ക് വിടേണ്ട ഒരു അവസ്ഥ ഉണ്ട് ശരിക്കും. പക്ഷെ അതിലേക്ക് നമുക്ക് പലപ്പോഴും എത്തിപ്പെടാൻ പറ്റാതെ പോകുന്നത്. അപ്പം ഒരു എനേബിളർ ആവാൻ ഒരു പാരന്റ് എന്നുള്ളതിലൊക്കെ നമുക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾ പാരന്റ് ആണെങ്കിൽ, നിങ്ങൾ ഒരു കുട്ടിയാണ്, കേൾക്കുന്ന ആളൊരു ചെറിയ പ്രായക്കാരാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ടിന് ഏറ്റവും പോസിറ്റീവായിട്ട്, ഏറ്റവും പ്രോഗ്രസീവായ, ഏറ്റവും പോസിബിളായ, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്
ഒരാളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള ബാക്കപ്പ് സപ്പോർട്ടുകളും ആക്ഷൻസ് വളരെ പ്രധാനമാണ്. അത് വാട്ട് എവർ ആക്ഷൻസ് വി ആർ ഗിവിങ് ഫോർ ദിസ്, വാട്ട് എവർ സപ്പോർട്ട്സ് വി ആർ ഗിവിങ് ടു ദിയർ ആക്ഷൻ പെർഫെക്റ്റ്, അതിനൊക്കെ വലിയ പോസിറ്റീവ് റിസൾട്ടുകൾ റിട്ടേൺസ് ആയിട്ടുണ്ടാവും. അതിന് പകരം ആളുകളെ പ്രഷർ ചെയ്യുകയും ആളുകളെ മോശമാക്കുകയും ആളുകൾ നെഗറ്റീവ് ആക്കുകയും ആളുകൾക്ക് തെറ്റ് പഠിപ്പിച്ചു കൊടുക്കുകയും ആളുകളെ റൂട്ട് തെറ്റിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ആ ബ്ലെസ്സിങ്സിന് പകരം കേഴ്സസ് ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നുണ്ടാവും അവർ. അപ്പോൾ ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇവിടെ വേണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. സംസാരം, ഇപ്പം എൻ്റെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് അല്ല ഇംഗ്ലീഷ്, അപ്പോൾ ഇംഗ്ലീഷ് കോഴ്സുകൾ നമ്മൾ ഓപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ഇത് പറയാൻ ആളില്ല, അപ്പോൾ പറയാൻ പറ്റുന്ന നല്ലൊരാളെ ഓപ്റ്റ് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കളിക്കാരുടെ കൂടെ കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അവരുടെ കളി കൂടുതൽ മെച്ചപ്പെട്ടതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അവനവൻ്റെ ആക്ഷൻ ഇംപ്രൂവിങ്ങിനും ആക്ഷൻ പെർഫോമൻസിനും ആക്ഷൻ ഡെവലപ്മെൻറ്റിനും ആക്ഷൻ ഗ്രോത്തിനും ഒക്കെ ആക്ഷൻ പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. നമുക്കും അങ്ങനെയൊക്കെ ചിലത് ചെയ്യേണ്ടതില്ലേ? എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നതല്ല ശരി. കുക്കിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ ട്യൂട്ടോറിയൽ കേൾക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾ വീട്ടിലുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കുക, ആരുടെ അടുത്തും ആവാം. സോ ട്രൈ ടു ബി എൻ എനേബിളർ. അപ്പോൾ ആക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മളുടെ ചിന്തകൾ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആക്ഷൻസിൽ എവിടേക്കാണ് ആൾ ആവശ്യമുണ്ടെന്നത് കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് മൾട്ടി കോച്ചസ് മൾട്ടി മെൻറ്റേഴ്സ് ഒക്കെ ആവശ്യമാണ്. പഴയ പോലെ അല്ലേ ഇപ്പോൾ ആ ഏരിയയിൽ. അപ്പോൾ ആ ഏരിയയിൽ അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള ട്യൂട്ടോറിയൽസ്, അത്തരത്തിലുള്ള ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, അത്തരത്തിലുള്ള ആളുകളെ കോച്ചസും മെൻറ്റേഴ്സും ആക്കുക, ട്രെയിനേഴ്സ് ആക്കുക. വി ക്യാൻ ഗ്രോ മോർ. ഗോഡ് ബ്ലെസ്. ലവ് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.